12 കോടി രൂപയുടെ വിഷു ബമ്പർ നറുക്കെടുപ്പ് വിജയിയെ കണ്ടെത്തി. ആലപ്പുഴ പഴവീട് പ്ലാപ്പറമ്പിൽ വിശ്വംഭരനാണ് ആ ഭാഗ്യശാലി. സമ്മാനാർഹമായ ടിക്കറ്റ് ഇദ്ദേഹം ബാങ്കിൽ ഏൽപ്പിച്ചു. സ്ഥിരമായി ലോട്ടറി എടുക്കുന്ന ശീലമുള്ളയാളാണ് 76 വയസ്സുകാരനായ വിശ്വംഭരൻ. 5000 രൂപ വരെയുള്ള സമ്മാനങ്ങൾ ഇതിനു മുൻപ് അടിച്ചിട്ടുണ്ട്. എന്നാൽ ബമ്പർ സമ്മാനം ഇതാദ്യമായാണ് വിശ്വംഭരനെ തേടി എത്തുന്നത്. ആലപ്പുഴ പഴവീടിൽ നിന്ന് വിറ്റ ടിക്കറ്റിനാണ് ഒന്നാം സമ്മാനം അടിച്ചതെന്ന് കഴിഞ്ഞ രാത്രി തന്നെ അറിഞ്ഞെങ്കിലും കഴിഞ്ഞ ദിവസം രാവിലെയാണ് നമ്പർ നോക്കി സമ്മാനം ഉറപ്പിച്ചതെന്ന് വിശ്വംഭരൻ പറയുന്നു. സമ്മാനാർഹമായ ടിക്കറ്റ് ഫെഡറൽ ബാങ്ക് ആലപ്പുഴ ശാഖയിൽ എത്തി കൈമാറി. വിശ്വംഭരനിൽ നിന്ന് ബാങ്ക് ബ്രാഞ്ച് ഹെഡ് ജിഷ ടിക്കറ്റ് ഏറ്റുവാങ്ങി. ടിക്കറ്റ് വിറ്റ ജയലക്ഷ്മിയുടെയും ഏജന്റ് അനിൽകുമാറിൻ്റെയും സാന്നിധ്യത്തിലാണ് ടിക്കറ്റ് കൈമാറിയത്. റിട്ടയേർഡ് CRPFകാരനായ വിശ്വംഭരൻ ബാങ്കിൽ സെക്യൂരിറ്റി ജീവനക്കാരനായി ജോലി ചെയ്തിരുന്നു. എന്നാൽ കോവിഡ് കാലത്ത് ജോലി നിർത്തി. പിന്നീട് ലോട്ടറി എടുക്കുന്നത് ശീലമാക്കി. ജയലക്ഷ്മിയിൽ നിന്നാണ് ലോട്ടറി എടുക്കാറുള്ളത്. 2 പെൺമക്കളാണ് ഇദ്ദേഹത്തിന് ഉള്ളത്. ഇരുവരുടെയും വിവാഹം കഴിഞ്ഞു. രാത്രി തന്നെ അറിഞ്ഞു. രാത്രിയിൽ പഴവീടെന്ന് പറഞ്ഞപ്പം ആലപ്പുഴ പഴവീടെന്ന് പറഞ്ഞപ്പോൾ രാത്രിയിൽ തന്നെ അറിഞ്ഞെന്ന് വെച്ചാൽ എനിക്കാണ് കൺഫേം ആവില്ല. പിന്നെ വെളുപ്പിനാണൊക്കെ പറഞ്ഞത്. എന്ത് തോന്നുന്നു? ഹാപ്പി ഈശ്വരമാണ്ട് അതിനായിട്ട് കിട്ടുമ്പോൾ 5000 ഒക്കെ അടിക്കും. സ്ഥിരമായിട്ട് ലോട്ടറി എടുക്കുമായിരുന്നോ? അങ്ങനെ സ്ഥിരം നേരത്തെ 5000 2000 അങ്ങനെ ഇല്ല. 5000 ആണ് എന്ന് തോന്നുന്നത്. ഇതിപ്പോൾ അമ്മ എഴുതുന്നതാണ്. ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ അടിച്ചിരിക്കുന്നത് 5000 രൂപയാണ്. 5000. എന്തായിരുന്നു ജോലി? എന്തായിരുന്നു? CRPFിലായിരുന്നു, സെൻട്രൽ സ്റ്റേറ്റ് പോലീസ്. ഇത് 2 പെൺകുട്ടികളാണ്. അവരെ ജോലി ചെയ്ത് കിട്ടുള്ളൂ. ഞാൻ കാര്യം അമ്മയാണ്. അരിപ്പടാണ് വീട്ടിൽ വെച്ചിരുന്നത്. ഈ കുടുംബമില്ല. ഇവിടെ ജനിച്ച് വളർന്നത്. എന്നാലും എന്നെ എൻ്റെ ഭാര്യ വീട് വെച്ചിരുന്നില്ല. സ്ഥിരമായിട്ട് ആ കടയിൽ നിന്ന് തന്നെയാണ് ലോട്ടറി എടുക്കുന്നത്? അതാ ചേച്ചി എത്തുന്നത്? ആ ചേച്ചി ഞങ്ങൾ ഈ വീടിൻ്റെ അടുത്ത് അത് എപ്പോഴും എടുക്കുന്നത്. 5000-ൻ്റെ വേറെ ഉണ്ടായിരുന്നു ഒരെണ്ണം. അതിൻ്റെ എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 5000 രൂപ അതിൻ്റെ കിട്ടിയത് എല്ലാവരും. ഇത് ആദ്യമായിട്ടായിരുന്നു. ഇത് രാത്രി തന്നെ അറിഞ്ഞു.